റോഡ് നിർമ്മാണത്തിൽ അനാവശ്യ കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് എച്ച് സലാം MLA. അമ്പലപ്പുഴ ബ്ലോക്കിലെ നിരത്തി വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് MLA 1.5 മണിക്കൂർ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇത്രയും പ്രശ്നമുണ്ടായ വർക്ക് ഞാൻ MLA കൊണ്ട് വെച്ചിട്ട് എന്നെ കൊണ്ട് മാറ്റി ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ പോരെ? ഞാൻ പിന്നെയും പറയുന്നു, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് എന്നിട്ടുണ്ട് അതാ പറഞ്ഞത്. കാർ അയാൾ ഇപ്പം നാളെ അതൊന്നും ഞാൻ ഏത് പ്രൊസീജിയേഴ്സായി പറയുന്നത് നിങ്ങൾ? ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്താലും ടാർ ചെയ്യേണ്ടേ ഉള്ളൂ. അത് കൈ കഴിയുന്ന കാര്യമല്ല. 1 മാസം ചെയ്യാനും ന്യായം പറയുന്നു. 1 മാസം ചെയ്യാനുള്ള കാര്യം പറ. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 11ാം വാർഡിൽ LSGDയിൽ 64 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച റോഡാണ് ഉദ്യോഗസ്ഥർ അനാവശ്യ കാലതാമസമുണ്ടാക്കി ടാറിംഗ് വൈകിപ്പിച്ചത്. ഇതിനെതിരെ നിർമ്മാണ പ്രവൃത്തികളുടെ ചുമതലയുള്ള അമ്പലപ്പുഴ ബ്ലോക്കിലെ നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് എച്ച് സലാം MLA 1.5 മണിക്കൂർ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. കാക്കാഴം മുരളിമുക്ക് മുതൽ പയ്യമ്പള്ളി വരെയുള്ള 800 മീറ്റർ നീളം വരുന്ന റോഡ് 1.5 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരൻ ഇടയ്ക്ക് പണി നിർത്തിയത് നാട്ടുകാർക്ക് ഏറെ ദുരിതമായി. തുടർന്ന് എച്ച് സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ തുകയും അനുവദിച്ചു. ഈ ഘട്ടത്തിൽ കരാറുകാരനെത്തി പണി പൂർത്തിയാക്കാമെന്നറിയിച്ചു. MLA ഓഫീസിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കരാറുകാരൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ മാർച്ച് 20 മുമ്പ് റോഡ് ടാർ ചെയ്ത് പൂർത്തിയാക്കാമെന്ന് കരാറുകാരനും ഉദ്യോഗസ്ഥരും ഉറപ്പ് നൽകി. ഇതനുസരിച്ച് കരാറുകാരൻ മെറ്റൽ വിരിച്ച് 1 മാസം പിന്നിട്ടിട്ടും റോഡ് ടാർ ചെയ്യുന്നതിനാവശ്യമായ റിപ്പോർട്ട് നൽകിയില്ല. 3 മീറ്റർ ടാറിങ്ങും ഇരുഭാഗത്തുമായി 1 മീറ്റർ കോൺക്രീറ്റും ചെയ്ത് പൂർത്തിയാക്കേണ്ട റോഡിൽ ടാറിംഗ് ജോലികൾക്ക് ശേഷമാണ് കോൺക്രീറ്റ് ജോലികൾ ചെയ്യേണ്ടത്. മെറ്റൽ നിരത്തി ഒരാഴ്ചയ്ക്ക് ശേഷം ഈ റിപ്പോർട്ട് നൽകാമെന്നിരിക്കെയാണ് നാട്ടിലെ ജനങ്ങളെയാകെ ദുരിതത്തിലാക്കിയ ഈ റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ ഉദ്യോഗസ്ഥർ അനാവശ്യ കാലതാമസം വരുത്തിയത്. വീഴ്ച അംഗീകരിച്ച ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച തന്നെ ലെവൽസ് റിപ്പോർട്ട് ചെയ്ത് മാർച്ച് 29-നുള്ളിൽ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാമെന്ന രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ നാളെ അതിൻ്റെ ലെവൽസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. നിലവിൽ തന്നിരിക്കുന്ന കത്ത് പോലിച്ച് കൃത്യസമയത്ത് അത് പൂർത്തിയാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പൂർത്തിയാക്കുമെന്ന് ഇപ്പോൾ വിശ്വസിക്കും. കാര്യം ഇതുവരെ ഈ 1 മാസം കാണിച്ചൊരു രീതി വെച്ചിട്ട് അങ്ങനെ കണ്ണും പൂട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞതിൽ ചെയ്യാമെന്നൊരു ഉറപ്പ് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് MLA എന്ന നിലയിൽ ഇങ്ങനെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിൽ വന്നു ഇതിങ്ങനെ ചുറ്റിക്കൂടിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. അതിവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുകൂടി ഉണ്ടായ ഒരു വീഴ്ചയുടെ ഭാഗമായി സംഭവിച്ച കാര്യമാണ്. ആ ജോലി കൃത്യമായി പാലിച്ചു പോകാൻ ആവശ്യമായ നിലപാട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ജില്ലാ കളക്ടറും ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാക്കണം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രജിത് കാരിക്കൽ, പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS. സുദർശനൻ, C. ഷാംജി ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഇലക്ഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. UDF അമ്പലപ്പുഴ വടക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കനാലുകളെ ബന്ധിപ്പിക്കുന്ന പഴയ രാജഭരണകാലത്ത് നിർമ്മിച്ച ചവക്കോട്ടപ്പാലം, കണ്ണമ്പർക്കിപ്പാലം തുടങ്ങിയ പല പാലങ്ങളും അത് പൊളിച്ച് അതിന് ആദ്യമായി വീതി കൂട്ടി റോഡ് ഗതാഗതത്തിന് ആലപ്പുഴയിൽ ഒരു വലിയ സാധ്യത ഉണ്ട് എന്ന് ആദ്യമായിട്ട് ആലപ്പുഴക്കാരെ ബോധ്യപ്പെടുത്തിയ, ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ജനപ്രതിനിധിയായി അദ്ദേഹത്തെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. 96 വരെ ആലപ്പുഴയിൽ നമ്മൾ ഇന്ന് കാണുന്ന ടൂറിസത്തിന്റെ, ലോക ടൂറിസത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് ആലപ്പുഴ ആ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കായൽ ടൂറിസത്തിന്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്നുകൂടുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര ഡെസ്റ്റിനേഷനായി 96 വരെ ആലപ്പുഴ ഇല്ലായിരുന്നു. ആലപ്പുഴ അങ്ങനെ ഒരു ചരിത്രവും ആലപ്പുഴ ഇല്ലായിരുന്നു. KC വേണുഗോപാൽ ഈ കനാലുകൾ നവീകരിക്കാനുള്ള ഭരണാനുമതി നേടി, സാങ്കേതിക അനുമതി നേടി ആ കനാലുകളെ അത് നവീകരിച്ചു.
UDF അമ്പലപ്പുഴ വടക്ക് മണ്ഡലം ചെയർമാൻ U. അഷ്റഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി R. രാജശേഖരൻ, TA. ഹാമിദ്, അഡ്വക്കേറ്റ് സനൽകുമാർ, S. സുബാഹു, P. സാബു, സുരേഷ് ബാബു, സഫീർ പീഡിയേക്കൽ, അഡ്വക്കേറ്റ് അൽതാഫ് സുബൈർ, മാഹിൻ മുപ്പതിൽ, ഉണ്ണികൃഷ്ണൻ കൊല്ലംപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. അമിതഭാരം കയറ്റിയ ടിപ്പർ ലോറികൾ പിടത്തുവ പോലീസ് പിടികൂടി. 5 വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത് കേസ് ചാർജ് ചെയ്തത്. പോലീസ് പെട്രോളിങ്ങിനിടയിലാണ് അമിതഭാരം കയറ്റിയ ലോറികൾ പിടിച്ചെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ചെമ്മണ്ണ്, കോറി വേസ്റ്റ് എന്നിവ നിറച്ച 5ഓളം ടിപ്പർ ലോറികളാണ് പിടിച്ചത്. ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ടിപ്പർ ലോറിയുടെ അമിത വേഗതയ്ക്കെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് എടത്വ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത്. എടത്വ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മിഥുൻ, SI-മാരായ ആനന്ദ്, മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ലോക ജലദിനത്തിൽ പൊതുജനങ്ങൾക്ക് ദാഹജലം വിതരണം ചെയ്ത് ലീഗൽ സർവീസ് അതോറിറ്റി. ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിലാണ് ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ലോക ജലദിനമായ മാർച്ച് 22-ന് ശീതളപാനീയം വിതരണം ചെയ്തത്. അഡ്വക്കേറ്റ് JNC ദാസിന് ശീതളപാനീയം നൽകി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സബ് ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തവണത്തെ തീമെന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ്. 1992 മുതലാണ് വേൾഡ് വാട്ടർ ഡേ നമ്മൾ ആചരിച്ചു പോരുന്നത്. ഒരു പറച്ചിലുണ്ട്, അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. വെള്ളത്തിന് സ്വർണത്തേക്കാൾ വില വരുന്ന കാലം വിദൂരമല്ല. ജനസംഖ്യ വർദ്ധിക്കുകയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു അളവ് കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ മഹാനദികൾ മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. അതുപോലെ തന്നെ നമ്മുടെ കിണറുകളും കുളങ്ങളും ഖരമാലിന്യങ്ങളാലും രാസവസ്തുക്കളാലും അന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ, നമ്മുടെ മാനവരാശിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വേൾഡ് വാട്ടർ ഡേ നമ്മൾ ആചരിക്കുന്നത്. അഭിഭാഷകർ, കോടതി ജീവനക്കാർ, പൊതുജനങ്ങൾ എന്നിവർക്കാണ് ശീതളപാനീയം നൽകിയത്. ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ B. ബിന്ദുഭായ് പരിപാടിക്ക് നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് പുളുങ്ങുന്ന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. UDF കുട്ടനാട് നിയോജക മണ്ഡലം കൺവീനർ ജോസഫ് ചേക്കോടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന ഒരാരാമം പോലെ നിലനിൽക്കുന്ന എല്ലാ മതസ്ഥരും പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പം, മതേതരത്വ സങ്കല്പം, മതമില്ലാത്ത സങ്കല്പമല്ല. എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളുടെയും ആശയങ്ങളെ സാംശീകരിക്കുകയും എല്ലാ മതങ്ങളോടൊപ്പം വളരുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ മതേതരത്വ ഇന്ത്യക്ക് രൂപം കൊടുത്തത് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് മറക്കാൻ ഒക്കുമോ? അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു പോരാട്ടത്തിലായി. എന്താ പോരാട്ടം? രാജ്യത്തെ മതേതരത്വം തകർക്കാൻ, നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ, നമ്മുടെ ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും തകർക്കാൻ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ ശ്രമിക്കുകയാണ്. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജോ P. ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV രാജീവ്, ജോസഫ് മാമ്പൂത്ര, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ജോഷി കൊല്ലാറ, P. മധുസൂദന പണിക്കർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജോ മാത്യു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോളി ജോസഫ്, ജോൺ C. ടിറ്റോ തുടങ്ങിയവർ സംസാരിച്ചു. ദേവി സ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മങ്കമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പുനർപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. വെള്ളിയാഴ്ച രാവിലെ 9:39-നും 11:42-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ചെങ്ങന്നൂർ താഴമൺ മഠത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരര് മോഹന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പുനർപ്രതിഷ്ഠാ ചടങ്ങുകൾ.
ബ്രഹ്മകലശവും ദ്രവ്യകലശവും എഴുന്നള്ളിച്ചതിന് ശേഷമാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉപദേവന്മാരായ ഗണപതി, ശാസ്താവ് എന്നിവരുടെയും പ്രതിഷ്ഠാകർമ്മം നടന്നു. വെള്ളിയാഴ്ച നടന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങിന്റെ പുണ്യം നുകരാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. പ്രതിഷ്ഠാ ദിനത്തിൽ ചോറ്റാനിക്കര സത്യൻ നാരായണമാരാരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാരുടെ സ്പെഷ്യൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും നടന്നു. ഏപ്രിൽ 13 ശനിയാഴ്ച രാവിലെ 8:11 10:11 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ഏപ്രിൽ 8 മുതൽ ഇതിനായുള്ള കർമ്മങ്ങൾ ആരംഭിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK വിജയൻ, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ നായർ, സെക്രട്ടറി സത്യശീലൻ നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ കടമാട്, ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ പമ്പാനദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2018 പ്രളയത്തെ തുടർന്ന് നിത്യപൂജകൾ മുടങ്ങുന്ന സ്ഥിതിയുണ്ടായതോടെയാണ് ക്ഷേത്രമുയർത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുട്ടനാട്ടിൽ താഴ്ന്നുപോകുന്ന വീടുകൾ ഉയർത്താറുണ്ടെങ്കിലും ഒരു ക്ഷേത്രമപ്പാടെ ഉയർത്തി പുനഃപ്രതിഷ്ഠ നടത്തുന്നത് അപൂർവമാണ്. പൗരാണികത ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ 6 അടിയാണ് ക്ഷേത്രവും പരിസരവും ഉയർത്തിയത്. ഒപ്പം ഉപദേവതാ ദേവാലയങ്ങളും മൂലസ്ഥാനവും സർപ്പക്കാവുകളും ഉയർത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഭക്തരുടെ സഹായത്തോടെ ക്ഷേത്രം ഉപദേശക സമിതിയാണ് പുനർനിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ സ്ഥാനിയായിരുന്ന പൗവത്തിൽ കൈമൾ വീട് പണിയുന്നതിന് പാലായ്ക്കടുത്തുള്ള മങ്കൊമ്പ് മലയിൽ നിന്ന് തടി വെട്ടി ചങ്ങാടമാക്കി പമ്പാനദിയിലൂടെ വരുമ്പോൾ അത് കരയിലുടക്കിയെന്നും തടിയിലെ ദേവീ സാന്നിധ്യമറിഞ്ഞ് ആ പ്രദേശത്ത് ക്ഷേത്രം പണിതെന്നുമാണ് ഐതിഹ്യം. പാലായ്ക്കടുത്തുള്ള മൂന്നിലവ് മങ്കൊമ്പ് കാവാണ് മങ്കൊമ്പിലമ്മയുടെ മൂലസ്ഥാനം. മേടമാസത്തിൽ വിഷു മുതൽ 10 ദിവസമാണ് ക്ഷേത്രത്തിലെ ഉത്സവം. പകലാറാട്ട് നടക്കുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് സ്ത്രീകൾ ആറാട്ടിന് വിളക്കെടുക്കാനെത്തും. 10-ാം ഉദയത്തിന് നടത്തുന്ന ഗരുഡൻ തൂക്കം വഴിപാടും പ്രസിദ്ധമാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നതിനാൽ കഴിഞ്ഞ 2 വർഷവും ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിയിരുന്നില്ല. ഇത്തവണ മങ്കൊമ്പിലമ്മയുടെ തിരുവുത്സവ നാളിനായി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. കുട്ടനാട് കേബിൾ വിഷൻ ഓഹരി ഉടമയും കിച്ചു കേബിൾ നെറ്റ്വർക്ക് ഉടമയുമായ സൂസി ജോർജ് നിര്യാതയായി. 61 വയസ്സായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു സൂസി ജോർജ്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ KC ജോർജ് കുട്ടിയാണ് ഭർത്താവ്. അലക്സ് ജോർജ്, ഡോക്ടർ ലിസി ജോർജ്, ജെറി ജോർജ്, ഡോക്ടർ മേരി സൂസി ജോർജ് എന്നിവരാണ് മക്കൾ. സംസ്കാരം മാർച്ച് 23 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കൊല്ലം കൊട്ടിയം പുല്ലിച്ചിറ പള്ളി സെമിത്തേരിയിൽ നടക്കും. തീപിടുത്തത്തെ തുടർന്ന് വീടിനോട് ചേർന്നുള്ള ഷെഡ് കത്തിനശിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 14-ാം വാർഡ് പുതുവൽ അനിലിന്റെ ഷെഡാണ് കഴിഞ്ഞ ദിവസം കത്തിനശിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. അനിലിന്റെ ഭാര്യ മായ ചെമ്മീൻ പീലിംഗ് ജോലിക്ക് പോയിരുന്നു. അനിലും മകനും വീടിന് സമീപത്ത് നിന്നപ്പോഴാണ് തീ ആളിപ്പടരുന്നത് കണ്ടത്. തുടർന്ന് സമീപവാസികൾ ഉൾപ്പെടെ ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചു. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, 17,000-ഓളം രൂപ എന്നിവ കത്തിനശിച്ചു. അപകട കാരണം വ്യക്തമായിട്ടില്ല. പിന്നെ അമ്മയുടെ സമ്പാദ്യം ആയിട്ടുള്ള ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ അലമാരില്ല, ഇതിൻ്റെ അകത്ത് കാണുന്ന അലമാരിലാണ് വെച്ചിരുന്നത്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാഷൻ ഷോ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ ആശയങ്ങളെ ആസ്പദമാക്കി എവർവെസൻസ് ദി ഡിസൈൻ കളക്ഷൻ എന്ന പേരിലായിരുന്നു ഫാഷൻ ഷോ. വസ്ത്രവൈവിധ്യങ്ങളിലെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയാണ് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ എഫർവെസൻസ് ദ ഡിസൈൻ കളക്ഷൻ ഫാഷൻ ഷോ അരങ്ങേറിയത്.
മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ 23 പേർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വസ്ത്രങ്ങളും ആഭരണങ്ങളും രൂപകൽപ്പന ചെയ്തു. ഇവ അണിഞ്ഞാണ് മോഡലുകൾ റാമ്പിലെത്തിയത്. പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തതയും എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. തിരുവല്ല പുളിമൂട്ടിൽ സിൽക്സ് ക്രിയേറ്റീവ് ഡയറക്ടർ രഞ്ജിത റോജർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസംഷൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി ദൈവത്തുംപറമ്പ് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാലയും ഭക്തിസാന്ദ്രമായി. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9 നടന്ന പൊങ്കാല ഗായിക വൈകാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. മേൽശാന്തി നന്ദനൻ നമ്പൂതിരി പണ്ടാരയെടുപ്പിൽ അഗ്നി പകർന്നു. പൊങ്കാലയ്ക്ക് ശേഷം മഞ്ഞൾ നീരാട്ടും അന്നദാനവും നടന്നു. അന്നദാന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു നിർവഹിച്ചു. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കളമെഴുത്തും പാട്ടും ഭജനും നടന്നു. പ്രതിഷ്ഠാ വാർഷിക ഉത്സവം ശനിയാഴ്ച സമാപിക്കും. മീനഭരണി ഉത്സവം ഏപ്രിൽ 9, 10 തീയതികളിലായി നടക്കും. ക്ഷേത്രസമിതി പ്രസിഡന്റ് KT ജനാർദ്ദനൻ, സെക്രട്ടറി വിനീഷ് ചക്കാലപ്പറമ്പ്, VR സന്തോഷ് വലിയ വീട്ടിൽ, പ്രവിൻ മാലിപ്പുറത്ത് മാലി, ശ്രീദേവി, മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് നടത്തുന്ന സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് 31. ബന്ധപ്പെടേണ്ട നമ്പർ 6282095334 8078069622. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ കരാർ വ്യവസ്ഥയിൽ ജൂനിയർ റെസിഡന്റുമാരെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ മാർച്ച് 26 രാവിലെ 10:30 കോന്നി മെഡിക്കൽ കോളേജിൽ നടക്കും. പ്രായപരിധി 50 വയസ്സ്. താൽപ്പര്യമുള്ള MBBS ബിരുദധാരികൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, തിരിച്ചറിയൽ രേഖകൾ, മറ്റ് രേഖകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 9 മുതൽ 10 വരെ. പ്രവൃത്തി പരിചയമുള്ളവർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും മുൻഗണന. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 046823444823 046823444803. GSTയുടെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ ടാലി ഉപയോഗിച്ചുള്ള GSTയുടെ പ്രാക്ടിക്കലുകൾ വരെയുള്ള മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തി കുന്നന്താനം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പരിശീലനം നൽകും. 45 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സിൽ അവസാന വർഷ കൊമേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. 30 സീറ്റുകൾ ലഭ്യമാണ്. കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ടാലി അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6235732523 7994497989. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6100 രൂപ, പവന് 48,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.